എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലീഗുനാണെങ്കിൽ ക്യുൻജോങ് തേയോങ് ആ ഡോക്ടറെ കിസ് ചെയ്യുന്നത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവളെ തടയുന്നതും ആ ടൈമിൽ അങ്ങോട്ട് വരുന്ന തേയോങ് ആണെങ്കിലോ എന്താ താനീ ചെയ്യുന്നത്, അവൾ കൈവിടാൻ പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവനോട് ചൂടാകുന്നുണ്ട്. ഇല്ലെങ്കിൽ എന്താ ചെയ്യാന്ന് ചോദിക്കുന്ന ലീഗുനോട് തന്റെ ഡോക്ടറായ ഇവളെ അങ്ങ് മാറ്റുമെന്ന് പറയുന്നതും ഇവർ രണ്ടുപേരും അവസാനം തല്ലുകൂടാറാകുമ്പോൾ ക്യുജോങ് ഇവരെ പിടിച്ചു മാറ്റുന്നുണ്ട്. തേയോങ് ആണെങ്കിലോ പിന്നീട് ഇവളോട് ഡോക്ടർ യോങ്ങിന്റെ ഡ്യൂട്ടി ഒന്ന് ഏറ്റെടുക്കാൻ പറ്റുമോ, എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ടൈമിൽ ആൾക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടല്ലോ എന്നാണ് ഇവൾ തിരിച്ചു ചോദിക്കുന്നത്. അതിനെ പറ്റിയിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് ഇവൻ എന്ത് ചെയ്യുന്നു, ഇവൾക്ക് അവളുടെ ഡ്യൂട്ടി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ തിരിച്ചൊന്നും പറയുന്നില്ല. ഇത് കാണുന്ന ലീഗുനാണെങ്കിൽ പിന്നീട് ഇവളോട് വന്ന് ചൂടാകുന്നത്, നിനക്കത് പറ്റില്ല എന്ന് പറയായിരുന്നില്ലേ, എന്തിനാ ഇതൊക്കെ ഏറ്റെടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ താൻ എൻ്റെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടേണ്ട, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ പറയുമെന്ന് പറഞ്ഞ് ഇവൾ ദേഷ്യത്തിൽ അവിടെ നിന്നും പോകാൻ നോക്കുമ്പോൾ ലീഗുൻ തടയുന്നതും ആ ടൈമിൽ ഇവളുടെ കൈ ഇവൻ്റെ മുഖത്ത് കൊണ്ടിട്ട് മുറിയാകുന്നുണ്ട് കേട്ടോ. നീ എന്തെങ്ങനെ ദേഷ്യത്തിൽ പെരുമാറുന്നത്, ഇങ്ങനെ നീ അഭിനയിക്കുന്നതാണോ എന്ന് ചോദിക്കുന്ന ലീഗുനോട് ഞാൻ ഇങ്ങനെയാണ്, ഇയാൾക്ക് വേണമെങ്കിൽ കൂളായിട്ടുള്ള ആളുകളോട് സംസാരിക്കാലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവിടെ നിന്നും പോകുന്നത്. പിന്നീട് ഇവള് നൈറ്റിൽ മൊത്തം ഡ്യൂട്ടി ചെയ്യുന്നതും അതിനുശേഷം തിരിച്ച് ഓഫീസിലേക്ക് പോകുമ്പോൾ നേരത്തെ ലീഗു നിന്ന സ്ഥലത്തേക്ക് ഇവള് നോക്കുന്നുണ്ട്. അങ്ങനെ നെക്സ്റ്റ് ഡേ ഇവള് നോക്കുമ്പോൾ രാവിലെ തേയോങ് ഇവളുടെ ടേബിളിൽ കോഫിയൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. ഇത് കാണുമ്പോൾ ഇവൾക്ക് സന്തോഷം വരുന്നുണ്ട്. ഇത് കുടിക്കുന്ന ടൈമിൽ അതിന്റെ ആവി ഇവളുടെ ഗ്ലാസ്സിൽ മൊത്തം തട്ടുന്നതും നേരത്തെ ഇതുപോലെ വന്നപ്പോൾ ലീഗുൻ ഇവളുടെ കണ്ണാടയിൽ ഒരു ലവ് സിമ്പിൾ ഒക്കെ വരച്ചല്ലോ, ആ കാര്യം ആലോചിച്ചെടുക്കുന്ന ഇവളാണെങ്കിൽ ഇത് എന്താ എനിക്ക് പറ്റിയെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ എക്സസൈസ് ഒക്കെ കഴിഞ്ഞു വരുന്ന ലീഷൻ കാണുന്നത് കോള പുറത്ത് ഗാർഡനിൽ കിടക്കുന്നതായിരിക്കും കേട്ടോ. അയ്യോടാ നിന്നെ ആരാ പുറത്താക്കിയെന്ന് പറഞ്ഞ് ഇവൻ കോളയും കൊണ്ട് നേരെ പോകുന്നത് ലീഗുന്റെ അടുത്തേക്കായിരിക്കും. ലീഗുനാണെങ്കിൽ ബാത്ത് ടബിൽ കുളിക്കുന്നതിന്റെ തിരക്കിലായിരിക്കും. സംഭവം ചോദിക്കുമ്പോൾ പട്ടീനെ പുറത്തിട്ടിട്ട് വേണം വളർത്താൻ, അല്ലാണ്ട് അനുസരണ ഇല്ലാത്ത ഇതുപോലത്തെ ഡോഗിനെ ഒന്നും അകത്ത് കയറ്റാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നതും ലീഷിനാണെങ്കിൽ കോളയുടെ കണ്ണ് പൊത്തുന്നുണ്ട് കേട്ടോ. കാരണം ലീഗുൻ ഒന്നും ഇടാതെയാണ് എണീറ്റ് വരുന്നത്. ലീഷിനാണെങ്കിൽ റൂം മൊത്തം അലങ്കോലായിട്ട് കിടക്കുന്നതാണ് കാണുന്നത്. ഇതെന്താ ഈ റൂം ഇങ്ങനെ കിടക്കുന്നത്, ആരോ കയറിയിട്ട് മോഷണം നടന്ന പോലെ ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നതും എന്റെ റൂമിന്റെ കാര്യം നീ എന്തിനാ ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നതെന്നാണ് കേട്ടോ ലീഗുൻ ചോദിക്കുന്നത്. ലീഷിനാണെങ്കിലോ ശരി എന്റെ ക്രെഡിറ്റ് കാർഡ് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ടല്ലേ, കഴിഞ്ഞ ദിവസം നല്ലൊരു എമൗണ്ട് തന്നെ വിഡ്രോ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ലീഗുനാണെങ്കിൽ നീ എന്തെങ്ങനെ കണക്ക് പറയുന്നേ, നമ്മളൊന്നില്ലെങ്കിലും ബ്രദേഴ്സ് അല്ലേ, ഇതൊക്കെ ഷെയർ ചെയ്യേണ്ടതല്ലേ, പിന്നെ ഉണ്ടല്ലോ ഹോസ്പിറ്റലിന് വന്നതിന് ശേഷം എന്റെ വാലറ്റും എന്റെ സ്മാർട്ട് ഫോൺ ഒന്നും കാണാനില്ല, എന്തോ പന്തികേടുണ്ടെന്ന് പറയുമ്പോൾ ലീഷിനാണെങ്കിൽ കൺഫ്യൂസ്ഡ് അടിച്ചിട്ട് നിൽക്കുന്നതാണ് കാണുന്നത്. അല്ല ഈ വരുന്ന കാര്യം ഹോസ്പിറ്റലൊന്നും അറിയിച്ചില്ലെന്ന് ലീഷൻ ചോദിക്കുന്നതും പിന്നീട് ലീഗുന്റെ റൂമിലേക്ക് വരുന്ന ലീഷിനാണെങ്കിൽ പ്രൊഫസർ ഹാനിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. ദേ ലീഗുൻ ഇവിടെ എത്തിയിട്ടുണ്ട്, എങ്ങനെയെങ്കിലും തിരിച്ചെത്തിക്കണ്ടേ അല്ലെങ്കിൽ പ്രശ്നമാകും എന്നൊക്കെ പറയുന്നതും ഒരു കാര്യം ചെയ്യാം, തൽക്കാലം ഇപ്പോൾ ബാങ്കുക്കിനെ വിളിക്കാം, അവൻ പുറത്തേക്ക് പോകുമ്പോൾ നോക്കിക്കോളും എന്നൊക്കെ ലീഷൻ പറയുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ ലീഗുനാണെങ്കിലോ പുറത്തേക്ക് വരുന്ന ടൈമിൽ അവിടെ ബാങ്കുക്ക് വെയിറ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. ലീഗുനാണെങ്കിലോ നീ വന്നോ നമുക്ക് ഒരുമിച്ച് പോകാന്ന് പറഞ്ഞ് ഇവന്റെ കാർ കളക്ഷനിലേക്ക് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഇവന്റെ അല്ല ലീഷിന്റെ. അപ്പൊ ബാങ്കുക്കാണെങ്കിലോ ഇതൊക്കെ കണ്ട് അന്തം വിടുന്നതും ഒരു സ്റ്റൈലായിട്ടുള്ള കാർ ചൂണ്ടിക്കാണിച്ച് നമുക്ക് ഇതിൽ പോകാന്ന് പറയുന്നുണ്ട്. പക്ഷെ ലീഗുനാണെങ്കിലോ ഇത് വേണ്ട അത് മതി എന്ന് പറഞ്ഞ് പണ്ട് ലീഗുൻ ഓടിച്ചിരുന്ന ഒരു അംബാസഡർ ടൈപ്പ് കാർ ഉണ്ടല്ലോ അതാണ് സെലക്ട് ചെയ്യുന്നത്. ബാങ്കുക്കിനാണെങ്കിലും നല്ല വിഷമം വരുന്നുണ്ട്, ഇത്രയും കാർ ഉണ്ടായിട്ടും ഈ പാട്ട വണ്ടി മാത്രമേ കിട്ടിയല്ലോ എന്ന് ഇവനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇവനാണെങ്കിലോ ഇത് നല്ല സൂപ്പർ ഒരു ക്ലാസിക് ലുക്ക് അല്ലേ എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഓളിയിട്ടിട്ട് വണ്ടിയൊക്കെ ഓടിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് സീനില് സേനയാണ് കാണിക്കുന്നത് കേട്ടോ. അതായത് സേയ ക്യുജോങ്ങിന്റെ ബ്രദറിനെ, ക്യുജോങ്ങിന്റെ ശരിക്കുള്ള ബ്രദർ അല്ല, ആളുടെ നെഫ്യൂ ആണ്, കസിൻ ബ്രദർ ആണ്. അപ്പൊ ഈ പയ്യൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഇവനെ നോക്കി വീട്ടിലിരിക്കുന്നതും ബിയർ കാനിൽ ലീഷിന്റെ ഫോട്ടോ കാണുമ്പോൾ അതങ്ങ് ഞെക്കുന്നുണ്ട് കേട്ടോ. ഇതേ ടൈമിലാണ് ടിവിയിൽ കൊറിയൻ ചാമ്പ്യൻഷിപ്പിൽ അതായത് ലീഷൻ കളിക്കുന്നുണ്ടെന്ന് അറിയുന്നതും ഇത് ലൈവ് പ്രോഗ്രാം അല്ലേ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുന്ന സെനയാണെങ്കിലും അയ്യോ നീ ഒറ്റയ്ക്കല്ലേ എന്ന് ചോദിക്കുന്നതും ഈ ബോയ് ആണെങ്കിൽ അത് കുഴപ്പമില്ല ആൻറ്റി ഇന്ന് വരുമെന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇവളാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്നതും ഈ ബിയർ ക്യാൻ മൊത്തം ഒരു കവറിലാക്കിയിട്ട് അവിടെ ഈ വേസ്റ്റ് ഒക്കെ കളക്ട് ചെയ്യുന്ന ലേഡി ഉണ്ടായിരിക്കുമല്ലോ അവർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്ന്, ഞാൻ വരുന്ന എടുക്കില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ അവിടെ വീട്ടുകാർ കണ്ട പ്രശ്നം ഞാൻ കുറച്ച് കൂടുതൽ കുടിച്ചു എന്ന് പറയുന്നതും ഈ ചെറുപ്പത്തിൽ ഇത്രയൊക്കെ കുടിച്ചോ എന്ന് ഈ ലേഡി ഇവളോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിൽ നല്ലതുപോലെ തന്നെ ഈ ലേഡിയെ ഹെൽപ്പ് ചെയ്യുന്നതും അങ്ങോട്ട് വരുന്ന രണ്ട് കിറുക്ക് ചെറുക്കന്മാരാണെങ്കിൽ ഇവളെ മോശമായിട്ടൊക്കെ പെരുമാറുന്നുണ്ട് കേട്ടോ. അതായത് ക്യാനൊക്കെ എടുത്ത് ഇവളുടെ മേത്തിക്കിടുക, ഞങ്ങളുടെ കൂടെ കറങ്ങാൻ വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുക. പക്ഷേ ഇവളാണെങ്കിൽ തിരിച്ചൊന്നും പറയാതെ തന്നെ ഈ ലേഡിയെ ഹെൽപ്പ് ചെയ്യുകയാണ്. ആ ടൈമിൽ അങ്ങോട്ട് ക്യുജോങ് വരുന്നതും ക്യുജോങ് ആണെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ക്യുജോങ്ങിനെ കാണുന്ന സെനയാണെങ്കിൽ ഹായ് ചേച്ചി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാൻ വരുമ്പോഴേക്കും ഇവളെ മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോവുകയാണ്. വീട്ടിലെത്തുന്ന ക്യുജോങ് ആണെങ്കിലും അവിടെ മൊത്തം അലങ്കോലായിട്ട് കിടക്കുന്നതാണ് കാണുന്നത്. ഇതാരാ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ബ്രദർ ആണെങ്കിൽ ആ ചേച്ചി എന്ന് പറയുന്നതും ഫോണിൽ കളിക്കുന്നതിന് ബ്രദറെ ചീത്ത പറഞ്ഞ് ഇവള് റൂമിൽ പോകുന്നതും റൂമിലും അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഇവള് ക്ഷീണിച്ച് കിടക്കുന്നതാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് സീനിൽ കളി നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് ലീഷിനും പാരന്റ്സും കൂടി വരുന്നതും എല്ലാവരും കൂടിയിട്ട് ഇവരെ തടയുന്ന ടൈമിൽ അമ്മ ലീഷിനെയും കൊണ്ടുപോകുന്നുണ്ടെന്ന് അച്ഛനാണെങ്കിലോ ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യുന്നതും അമ്മയാണെങ്കിൽ അച്ഛന് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഇതേ ടൈമിൽ മാനേജറാണ് ഇവരുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകുന്നത്.
ചോദിക്കുന്നത്. അതായത് ലീഷിന്റെ കണ്ടീഷനെ പറ്റിയിട്ടൊക്കെ ആയിരിക്കും. പിന്നീട് ഈ മാനേജർ ആണെങ്കിലും ലീഷിന് ഇടാൻ വേണ്ടിയിട്ട് ഈ സ്പോൺസർ ചെയ്തിട്ടുള്ള ഷൂസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അതായത് മാച്ച് നടക്കുന്ന ടൈമിൽ ഈ ഷൂസ് ഇടുകയാണെങ്കിൽ ഷൂസ് കമ്പനിക്കാർക്ക് ചുളിവിൽ ഒരു ലാഭമാവുമല്ലോ. പുതിയ ഷൂസ് ഒന്നും എനിക്ക് ഈ ടൈമിൽ ഇടാൻ പറ്റത്തില്ല എന്ന് ഇവൻ പറയുന്നതും അമ്മയാണെങ്കിൽ അത് ശരിയാ, പുതിയ ഷൂസ് ഇടുന്ന സമയത്ത് ചില ആളുകൾക്ക് കാലിൽ കുരു വരും, അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള ഗെയിംസിനൊക്കെ അത് ബുദ്ധിമുട്ടാകുമെന്ന് പറയുന്നതും മാനേജർ ആണെങ്കിലും അങ്ങനെയൊന്നും വരത്തില്ല, ഇത് നല്ല ഷൂ ആണ്, നല്ല ബ്രാൻഡഡ് ആണെന്നൊക്കെ പറയുന്നതും പെട്ടെന്ന് ആ ടൈമിൽ അച്ഛൻ വന്ന് അമ്മയെ അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഇത് ടൈമിൽ മാനേജർ ആണെങ്കിലും ലീഷിനോട് ഇത് ട്രൈ ചെയ്യാൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കാലിൽ കുരു എങ്ങാനും വന്നാലോ എന്ന് ലീഷൻ തിരിച്ചു ചോദിക്കുന്നതും അപ്പൊ മാനേജർ ആണെങ്കിൽ സ്പോൺസറിനെ പിണക്കാൻ പറ്റത്തില്ല, ഇതിട്ടേ മതിയാകൂ എന്ന് പറയുമ്പോൾ ലീഷൻ അവിടെ ചോദിക്കുന്നുണ്ട് എൻ്റെ കളിയേക്കാൾ വലുതാണോ സ്പോൺസർ എന്ന്. അപ്പൊ മാനേജർ പറയുന്നത് പൈസ ഇല്ലെങ്കിൽ ഈ സ്പോർട്സ് ഒന്നും ഉണ്ടാവില്ല, ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നിന്റെ സീക്രട്ട് നമുക്ക് ഒളിപ്പിച്ചു വെക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ്, അതായത് കഴിഞ്ഞ ദിവസം ആ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായ കാര്യം പറഞ്ഞിട്ട് മാനേജർ ഇവനെ ഭീഷണിപ്പെടുത്തുകയാണ്. തിരിച്ചു പോകുന്ന മാനേജർ ആണെങ്കിൽ അവിടെ ലീഗുനെ കാണുന്നതും ആഹാ ഇതാര് ലീഗുനോ, നമ്മൾ തമ്മിലൊരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു, ടെന്നീസിന്റെ മാലാഖയായ ചാസിയോനെ പറ്റിയിട്ട് മറന്നു എന്ന് ചോദിക്കുന്നതും ഓ ആ ചെറിയ പെൺകുട്ടിയുടെ കാര്യമല്ലേ, അവൾ അടുത്ത ഗെയിമിന് വേണ്ടിയിട്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയുന്ന ലീഗുനോട് അതെന്തായാലും നന്നായി എന്ന് മാനേജർ പറയുന്നതും ആളുടെ സൈൻ വാങ്ങിക്കൊണ്ട് വന്ന താൻ പറഞ്ഞ പ്രോമിസ് മാറ്റരുതെന്ന് ലീഗുന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇവൻ ചാസിയോന്റെ അടുത്തേക്ക് വരുന്നതും തലയ്ക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാണ് കേട്ടോ ചാസിയോൻ ഇവനോട് ചോദിക്കുന്നത്. അത് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന ലീഗുനോട് ഞാൻ ഇന്നലെ എത്ര നേരം കാത്തു നിന്നു, എന്താ വരാഞ്ഞ എന്ന് വിളിച്ച് ചോദിക്കുന്നതും എപ്പോഴും കണ്ടു കഴിഞ്ഞാൽ ആ ഒരു സുഖം കിട്ടില്ല, കുറച്ച് ഗ്യാപ്പ് എടുത്ത് കാണുന്നതാ നല്ലതെന്നൊക്കെ പറയുന്ന ലീഗുനാണെങ്കിൽ അല്ല ഈ ബിഗ് പിക്ചേഴ്സ് ഏജൻസി ആയിട്ടുള്ള കോൺട്രാക്ട് അതിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ അത് ശരി അപ്പൊ എന്നെ കാണാൻ വന്നതല്ല, ഈ കോൺട്രാക്റ്റിനെ പറ്റി സംസാരിക്കാൻ വന്നതാണല്ലേന്ന് ചാസിയോൻ അവിടെ ചോദിക്കുന്നുണ്ട്. ഓ ഈ ഏജൻസി വലിയ കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ലീഗുനാണെങ്കിലും അത് പിന്നെ ഇപ്പോൾ ഞാനുണ്ടല്ലോ എന്നൊക്കെയാണ് അവിടെ പറയുന്നത്. അപ്പൊ ചാസിയോനെ ആണെങ്കിൽ എനിക്ക് നിങ്ങളുടെ കൂടെ ടെന്നീസ് കളിക്കണം എന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും ഒരു ടീമായിട്ട് കളിക്കാം, ഒരു സെറ്റിൽ നമ്മൾ അവരെ തോൽപ്പിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഞാൻ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാമെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ഇവന്റെ ഫ്രണ്ട് ബാദൂക്ക് അവിടെ ഉണ്ടായിരിക്കും. ഇവൻ ഞെട്ടുന്നതും ലീഗുനാണെങ്കിലും അത്രയേ ഉള്ളൂ റെഡി എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ ടൈമിൽ തന്നെ ലീഷിനും കോർട്ടിലേക്ക് വരുന്നത് കാണിക്കുന്നുണ്ട്. ലീഗുനാണെങ്കിലും സ്റ്റൈലായിട്ട് ബോളൊക്കെ എടുക്കുന്നതും ഇത് കാണുന്ന ബാദൂക്കാണെങ്കിൽ 10 വർഷമായിട്ട് കളിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ള ആളെ ബോൾ പിടിക്കുന്ന രീതി കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് ഹൈപ്പ് കൊടുക്കുന്നുണ്ട്. ലീഷിനാണെങ്കിലും കളി സ്റ്റാർട്ട് ചെയ്യുന്നതും ലീഗുനടിക്കുന്ന പന്ത് നേരെ പോയി ചാസിയോനയുടെ തലക്കിട്ടിട്ടാണ് കൊള്ളുന്നത്. ഇവളാണെങ്കിൽ ദേഷ്യത്തിൽ നോക്കുമ്പോൾ സോറി ഒരു കയ്യബദ്ധം പറ്റിയതാണെന്ന് ഇവൻ പറയുന്നതും പിന്നീട് ഇവൻ അടിക്കുന്ന ടൈമിൽ വീണ്ടും ഇവളുടെ തലക്കിട്ടാണ് കൊള്ളുന്നത്. അതെ ഈ റാക്കറ്റ് എന്റേതല്ലാത്തത് കൊണ്ടാണ് തോന്നുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് പറയുന്ന ഇവൻ വീണ്ടും വീണ്ടും അടിക്കുന്നത് ഇവളുടെ തലക്കിട്ടായിരിക്കും. അപ്പൊ ചാസിയോനെയാണെങ്കിലും ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇവന്റെ പിന്നാലെ അടിക്കാൻ ഓടുന്നതും ഇവർ രണ്ടുപേരും ഓടുന്നതാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ കോർട്ടിലാണെങ്കിലും ലീഷൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ലീഗുനാണെങ്കിലും കളി വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതും ഒരു ബോൾ പോലും ഇവന് റാക്കറ്റിൽ കൊള്ളാൻ പോലും പറ്റുന്നില്ല, ഇവൻ എല്ലാ ബോളും മിസ്സാവുകയാണ് കേട്ടോ. അങ്ങനെ ഇവൻ ശരിക്കും ക്ഷീണിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ ലീഷിനാണെങ്കിലും ഗെയിം ജയിക്കുന്നതും ലീഗുനാണെങ്കിൽ അവസാനം ഒരൊറ്റ ബോൾ ഇവന്റെ റാക്കറ്റിൽ അടിക്കുമ്പോൾ ഇവനങ്ങ് സന്തോഷമായിട്ട് ക്ഷീണിച്ചങ്ങ് വീഴുന്നതും ഇവൻ കൈ നോക്കുന്ന ടൈമിൽ കയ്യിൽ മൊത്തം കുരുക്കൾ വന്നിട്ടുണ്ടായിരിക്കും, അതായത് കുറെ വർഷത്തിന് ശേഷമാണല്ലോ റാക്കറ്റ് കയ്യിൽ പിടിക്കുന്നത്. ഇതേ ടൈമിൽ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന ക്യുൻചോങ് ആണെങ്കിലും ഒരുപാട് ടൈം ഉറങ്ങിയിട്ടുണ്ടായിരിക്കും, ലേറ്റ് ആയതുകൊണ്ട് തന്നെ പ്രൊഫസർ ഹാനിനെ വിളിക്കുന്നതും ലീഗുന് ഒരു കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞെന്ന് ചോദിക്കുന്ന ടൈമിൽ ലീഗുനാണെങ്കിൽ ലീഷിന്റെ ടൂർണമെന്റ് കാണാൻ പോയിരിക്കുക എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ഇവളാണെങ്കിൽ ടൂർണമെന്റിന് പോകാൻ നിങ്ങൾ അനുമതി കൊടുത്തു എന്നാണ് ചോദിക്കുന്നത്. അതാകെ പ്രശ്നമാകത്തില്ലേ, അവിടെ പരിചയമുള്ള ആരെങ്കിലും കണ്ടാലോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, ആളുടെ കൂടെ ആളുടെ ഫ്രണ്ടിനെയും പറഞ്ഞയച്ചിട്ടുണ്ടെന്നാണ് പ്രൊഫസർ പറയുന്നത്. ഇവളാണെങ്കിൽ ലീഗുന്റെ കാര്യം ആലോചിച്ച് ആകെ ടെൻഷൻ അടിക്കുന്നതും അവിടെ നിന്നും പോകുന്ന ടൈമിൽ അമ്മയെ വിളിച്ചിട്ട് ബ്രദർ ഒറ്റയ്ക്കാണ് എന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ അമ്മയാണെങ്കിൽ ഒരു പാർട്ട് ടൈം ജോലി മകൾ അറിയാതെ ചെയ്യുന്നുണ്ട്. അപ്പൊ അമ്മയാണെങ്കിൽ കൂളായിട്ട് അത് സെയ നോക്കുമെന്ന് പറയുന്നതും സെയ അതിന് വീട്ടിലില്ലോ എന്നൊക്കെയാണ് ഇവള് പറയുന്നത്. പെട്ടെന്നാണ് അമ്മ ഇവളെ കാണുന്നതും മകള് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മ സൈക്കിളിൽ തിരിക്കുന്ന ടൈമിൽ അമ്മ അവിടെ വീണു പോകുന്നുണ്ട്. പിന്നീട് ടൂർണമെന്റ് സ്ഥലത്തേക്ക് എത്തുന്ന സെയാണെങ്കിലും അവിടെയുള്ള ലീഷിന്റെ ഫോട്ടോയിൽ ഇങ്ങനെ കുത്തി വരയുന്നതും ഇത് കണ്ടിട്ടാണ് ലീഗുൻ അങ്ങോട്ട് വരുന്നത്. എന്നാൽ ഇവനാണെങ്കിലോ ഇവളുടെ കൂളിംഗ് ഗ്ലാസ്സിൽ നോക്കിയിട്ട് ഞാൻ ഈ മിറർ കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞ് മുടിയൊക്കെ റെഡിയാക്കി പോകുമ്പോൾ ഇയാൾക്ക് എന്താ ഭ്രാന്ത് ഉണ്ടോ എന്നാണ് ഇവൾ ചിന്തിക്കുന്നത്. അങ്ങോട്ട് വരുന്ന സെക്യൂരിറ്റിക്കാരോടാണെങ്കിലോ ലീഷിനെ കാണാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നതും ഇവരാണെങ്കിൽ ഇവളെ തൂക്കി പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇവളാണെങ്കിലോ ലീഷിനെ ഉറക്കെ വിളിക്കുന്നതും എന്റെ സ്റ്റോറി ജസ്റ്റ് ഒന്ന് നിങ്ങൾ കേൾക്കുന്നൊക്കെ ഇവള് പറയുന്നുണ്ട്. ഇതേ ടൈമിൽ ലീഷിന്റെ അടുത്തേക്ക് വരുന്ന മാനേജർ ആണെങ്കിൽ ഞാൻ ഇത് വർക്കാവുമെന്ന് പറഞ്ഞില്ലേ എന്ന് പറയുന്നതും ലീഷിനാണെങ്കിൽ കാലിലെ മുറിവ് മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതായത് കുരു വന്നിട്ടുണ്ടായിരിക്കും. എന്നാൽ അങ്ങോട്ട് വരുന്ന അമ്മയാണെങ്കിൽ എന്താ മോനെ പറ്റി, നീ നന്നായി പെർഫോം ചെയ്തില്ലല്ലോ, നിനക്ക് എവിടെയെങ്കിലും വേദനിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ മാനേജർ ആണെങ്കിലും ഒന്നും പറയരുത് എന്നുള്ളൊരു ആക്ഷൻ ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ അച്ഛനാണെങ്കിൽ അവൻ നന്നായി കളിച്ചില്ലേ, നമ്മൾ വിജയിച്ചില്ലേ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ശരിക്കും കളി കണ്ടില്ലേ, ഇവൻ നന്നായി കളിച്ചത് കൊണ്ടല്ല ഓപ്പോണന്റ് ആയിട്ടുള്ള ആൾ വീക്ക് ആയതുകൊണ്ടാണ് ജയിച്ചത്, ഇങ്ങനെയൊന്നും ജയിച്ചാൽ പോരാ എന്നൊക്കെ പറയുന്ന അമ്മ ഇവന്റെ സ്കെഡ്യൂളൊക്കെ റെഡിയാക്കാൻ മാനേജറോട്
പറയുന്നുണ്ട്. അപ്പോൾ മാനേജർ ആണെങ്കിലും എല്ലാം ഞാൻ സെറ്റ് ആക്കാമെന്ന് പറയുന്നതും അമ്മയാണെങ്കിൽ മോനെ നീ നന്നായി തന്നെ കളിച്ചു, കുറച്ചുകൂടി നീ പിടിച്ചു നിൽക്കണം, നീ ഞങ്ങളുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഒന്നുകൂടി വരാനുണ്ട്, നിന്റെ റെപ്യൂട്ടേഷൻ അതൊക്കെ നീ കണക്കിലെടുക്കേണ്ടതെന്ന് അമ്മ പറയുന്നത് ഞാൻ നന്നായി കളിച്ചോളാം എന്ന് ലീഷൻ തിരിച്ചു പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ പുറത്ത് നിൽക്കുന്ന ക്യുജിയോങ് കേൾക്കുന്നതും ഇവള് ലീഗുനെ തിരക്കി അങ്ങോട്ട് വന്നതായിരിക്കും. പുറത്തേക്ക് വരുന്ന മാനേജറോട് ലീഗുനെ പറ്റി ചോദിക്കുമ്പോൾ ആള് നേരത്തെ പോയല്ലോ എന്നാണ് മാനേജർ പറയുന്നത്. നെക്സ്റ്റ് സീനിൽ ലീഷൻ ആണെങ്കിൽ ഒരു സ്റ്റോറിൽ പോയിട്ട് ഓയിൻമെന്റ് വാങ്ങുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന ക്യുജിയോങ് ആണെങ്കിൽ ഫോണിലൂടെ നിങ്ങൾ പേഷ്യന്റിനെ ശ്രദ്ധിക്കേണ്ടേ, എന്തെങ്കിലും പറ്റി എന്താ ചെയ്യാന്നൊക്കെ പറയുന്നതും ഇവളിങ്ങനെ ഫോൺ വിളിക്കുന്നത് കാണുന്ന ലീഷൻ ആണെങ്കിൽ ലീഷൻ ആളെ മനസ്സിലാകുന്നുണ്ട്, എന്തൊരു ബിസി ലൈഫ് ഇവളുടെ ഇങ്ങനെ സ്വയം പറയുന്നുണ്ട്. അങ്ങനെ ഇവൻ ബില്ലടിക്കാൻ പോകുന്നതും ഇവർ രണ്ടുപേരും മുട്ടിയിട്ട് ഇവന്റെ കയ്യിലുള്ള മുട്ട താഴ്ത്തി വീണ് പൊട്ടുന്നുണ്ട്. ഇവനാണെങ്കിലോ ആകെ ഷോക്കായി നിലത്തിരിക്കുന്നതും താൻ ലീഷൻ അല്ലേ എന്ന് ഇവൾ ചോദിക്കുന്നുണ്ട്. ഇവനാണെങ്കിലോ ഇതൊന്നും ശ്രദ്ധിക്കാതെ മുട്ടയിലേക്ക് നോക്കി സങ്കടപ്പെട്ടിരിക്കുന്നതും എന്താ പറ്റിയ മുട്ട പൊട്ടിയതിന് ഇത്രയ്ക്കും സങ്കടം ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. പിന്നീട് ലീഷൻ ആണെങ്കിൽ അവിടെ പറയുന്നുണ്ട് എനിക്ക് നാളെ ഫൈനൽ കളിയുണ്ട്, ഇന്ന് ഈ മുട്ട പൊട്ടിയതുപോലെ നാളെ ഞാനും പൊട്ടുമെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ക്യുജിയോങ് ആണെങ്കിൽ അയ്യോ അതൊക്കെ ഒരു അന്ധവിശ്വാസമല്ലേ, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുന്നുണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവനാണെങ്കിലും നാളത്തെ ഗെയിമിൽ ജയിക്കുകയാണെങ്കിൽ 100 മില്യൺ ആണ് എനിക്ക് കിട്ടാൻ പോകുന്നത്, എന്നാൽ നാളത്തെ ഗെയിമിൽ തോറ്റ ഓരോ ഗെയിം തോക്കുമ്പോഴും എൻ്റെ 10,000 ഫാൻസ് ആണ് പോകുന്നത്, അതുപോലെ സ്പോൺസർഷിപ്പ് ആഡ് എല്ലാം കൂട്ടിയിട്ട് 1 ബില്യൺ നഷ്ടം ഉണ്ടാകുമെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ക്യുജിയോങ്ങിന്റെ കണ്ണ് തള്ളുന്നുണ്ട്. ഇവൾക്കാണെങ്കിൽ ആകെ എന്തോ പോലെ ആകുന്നുണ്ട് കേട്ടോ. അല്ല ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്ന ഇവളിലൂടെ എനിക്ക് OCD ഉണ്ടെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ അതുണ്ടെങ്കിൽ ഇതും വിശ്വസിക്കാന്നൊക്കെ പറയുന്ന ഇവനോട് OCD എന്ന് പറഞ്ഞ ഒരു അസുഖമല്ലേ, ഒരു മെന്റൽ സ്റ്റേറ്റ്, പക്ഷെ ഇത് അതുപോലെയൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവനാണെങ്കിൽ ആകെ വിഷമിക്കുന്നതാണ് ക്യുജിയോങ് ശ്രദ്ധിക്കുന്നത്. എനിക്കാണെങ്കിൽ തീരെ സമയമില്ല, ഒരു കാര്യം ചെയ്യാം, ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി ഞാനൊന്ന് കൗൺസിലിംഗ് ചെയ്ത് റെഡിയാക്കാം എന്ന് പറയുന്നതും ഇവനാണെങ്കിൽ ഇവളെ നേരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഒരു റെസ്റ്റോറൻറ്റിലേക്കായിരിക്കും. എന്നിട്ട് ഒരു സ്പൈസിയും ടേസ്റ്റിയും കൂടിയിട്ടുള്ള ഒരു തബോക്കി ഓർഡർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു അന്ധവിശ്വാസം ബ്രേക്ക് ആവോ എന്ന് ചോദിക്കുന്നതും, അതായത് നമ്മൾ പറയാറില്ലേ ഒറ്റ മൈനിനെ കണ്ടു കഴിഞ്ഞിട്ട് 2 മൈനിനെ കണ്ടു കഴിയുകയാണെങ്കിൽ അതങ്ങ് തീരുമെന്ന്, അങ്ങനെ പറഞ്ഞിട്ടാണ് കേട്ടോ ഇവളെ ഇവൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരിക്കുക. ഇവളാണെങ്കിൽ കഷ്ടപ്പെട്ട് അത് കഴിക്കുന്നതും എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് പറയുന്ന ഇവളോട് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഇഷ്ടമായില്ല എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നീട് ഇവളാണെങ്കിൽ അപ്പം എങ്ങനെ അന്ധവിശ്വാസം ബ്രേക്ക് ആയില്ല എന്ന് പറയുന്നതും ഇവൾക്ക് ഇവൻ പിന്നീട് ഓർഡർ ചെയ്ത് കൊടുക്കുന്നത് ഒരു മിന്റ് ചോക്ലേറ്റ് ഡെസേർട്ട് ആയിരിക്കും കേട്ടോ. അതിൻ്റെ കോമ്പിനേഷൻ തീരെ യോജിക്കാത്തത് കൊണ്ട് തന്നെ ഇവൾ കഷ്ടപ്പെട്ടിട്ട് അത് കഴിക്കാൻ നോക്കുന്നതും വിചാരിച്ചത്ര കുഴപ്പമില്ല എന്ന് ഇവൾ പറയുന്നുണ്ട്. അപ്പം ഇവനാണെങ്കിൽ എൻ്റെ ചീറ്റ് ഡേയിൽ ഞാൻ ഇതൊക്കെയാണ് കഴിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ക്യുജിയോങ് ആണെങ്കിൽ അത് തൻ്റെ ഇഷ്ടമാണോ അതോ ആരെങ്കിലും തൻ്റെ മേലിൽ അടിച്ചേൽപ്പിച്ചതാണോ എന്ന് ചോദിക്കുന്നതും അപ്പം ഇവനാണെങ്കിൽ ഇവൾ പറയുന്നത് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അല്ല താൻ ഇതുവരെ തൻ്റെ ഇഷ്ടത്തിനല്ല പകരം മറ്റുള്ളവരുടെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, അല്ല തൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ അറിയാത്തത് കൊണ്ടാണോ അതോ വേണ്ടാന്ന് വെച്ചിട്ടാണോ എന്നൊക്കെ ഇവൾ ചോദിക്കുന്നതും ആ ടൈമിൽ ഇവൻ്റെ വാച്ച് റിങ് ചെയ്യുന്നുണ്ട്. അയ്യോ എനിക്ക് എക്സസൈസ് ചെയ്യാൻ ടൈം ആയി എന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്ന് എണീക്കുന്നതും ഇതേ ടൈമിൽ ലേഗുനാണെങ്കിലോ നേഴ്സ് സോങ്ങിനെയും പിന്നെ മറ്റു 2 ഡോക്ടേഴ്സിനെയും കൂടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ടുണ്ടായിരിക്കും. അവർക്ക് ട്രീറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഡോക്ടർ ആണെങ്കിലോ നേഴ്സ് സോങ്ങിനോട് ഇതൊക്കെ കഴിക്കാലേ എന്ന് ചോദിക്കുമ്പോൾ നേഴ്സ് സോങ് ആണെങ്കിലും കഴിച്ചില്ലെങ്കിൽ ശാപം കിട്ടും, ഫുഡ് അങ്ങനെ വേസ്റ്റ് ചെയ്യാൻ പാടത്തില്ലല്ലോ എന്ന് പറയുന്നതും അത് ശരിയെന്ന് പറഞ്ഞിട്ട് ഇവർ 3 പേരും ഇതൊക്കെ കഴിക്കുന്നുണ്ട്. ആ ടൈമിലാണ് ലീഗുൻ ആ ലേഡി ഡോക്ടറുടെ കഴുത്തിൽ ഐഫൽ ടവറിന്റെ ഗോൾഡ് മാല കിടക്കുന്നത് കാണുന്നതും ഇതവിടെ പറയുന്ന ടൈമിൽ നേഴ്സ് സോങ് ആണെങ്കിൽ അത് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഡ്രോയറിലെ തേയോങ് തന്നിരുന്ന ആ ഒരു കീ ഉണ്ടായിരുന്നു അതിപ്പോൾ കാണാനില്ല എന്ന് പറയുന്നതും അത് ലീഗുൻ എടുത്തിട്ടാണല്ലോ ക്യുജിയോങ്ങിന് കൊടുത്തത് എന്നത് നേഴ്സിന് അറിയത്തില്ല, അതെങ്ങാനും നിങ്ങൾ കണ്ടിരുന്നു എന്ന് നേഴ്സ് ചോദിക്കുന്ന ടൈമിൽ ഈ മെയിൽ ഡോക്ടർ ആണെങ്കിൽ ആ തേയോങ് പാരീസിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതല്ലേ അത് ഇതുവരെ കളഞ്ഞില്ലേ, എനിക്കാണെങ്കിൽ ഈ അയേണിനോട് അലർജി ഉള്ളത് കൊണ്ട് ഞാൻ അത് കളഞ്ഞു എന്ന് പറയുന്നതും നേഴ്സ് സോങ് ആണെങ്കിൽ എന്നാലും ഇന്നാളും ഞാൻ എൻ്റെ ഡ്രോയറിൽ അത് കണ്ടതാ, ഇതിപ്പോൾ എവിടെ പോയി, അന്ന് ലീഗുൻ വന്ന ടൈമിൽ അതെൻ്റെ ഡ്രോയറിൽ കണ്ടിരുന്നില്ല എന്ന് ചോദിക്കുന്നതും ഇത് കേൾക്കുന്ന ലീഗുനാണെങ്കിൽ പെട്ടെന്ന് ടെൻഷൻ അടിച്ച് ചുമക്കുന്നതാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ ലീഷനാണെങ്കിൽ എനിക്ക് എക്സസൈസ് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ കൊണ്ടാക്കുമായിരുന്നു, എന്തായാലും ഒരു ടാക്സി വിളിക്കാന്നൊക്കെ പറയുന്നതും ക്യുജിയോങ് ആണെങ്കിൽ കുഴപ്പമില്ല ഞാൻ പൊക്കോളാം, എന്തായാലും ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു, എൻ്റെ എല്ലാ ടെൻഷനും മാറിയെന്ന് പറയുന്ന ഇവളോട് ലീഷനാണെങ്കിൽ അപ്പം എൻ്റെ ടാസ്ക് വിജയിച്ചു എന്നാണ് പറയുന്നത്. ഇത് കേൾക്കുന്ന ക്യുജിയോങ് ആണെങ്കിൽ എന്ത് അന്ധവിശ്വാസം ബ്രേക്ക് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണോ പറയുന്നതെന്ന് ചോദിക്കുന്നതും അല്ല ഇയാളെന്നെ ഹാപ്പി ആക്കാനും അതുപോലെ ഇയാളുടെ കൂടെ ഒരു മീൽ കഴിക്കാനായിരുന്നു എൻ്റെ പ്ലാൻ എന്ന് പറയുന്നതും ക്യുജിയോങ്ങിനൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇവൻ പറയുന്നുണ്ട് നേരത്തെ തന്നെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി തനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന്, തൻ്റെ ചിരിച്ചൊരു ഫേസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, എന്തായാലും തൻ്റെ മൂഡ് നോക്കിയാക്കാനാണ് ഞാൻ ഇതൊക്കെ ചെയ്തതെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ക്യുജിയോങ് ആണെങ്കിൽ മറ്റുള്ളവരുടെ മൂഡ് നന്നാക്കാനൊക്കെ നല്ല എനർജിയാണല്ലേ, അപ്പോൾ ഇയാളുടെ മൂഡോ അത് അത്ര നല്ല സുഖത്തിലല്ലാന്ന് എനിക്ക് തോന്നുന്നു എന്ന് ഇവള് പറയുന്നതും ഇവനാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഞാൻ ഈ ഗെയിം ഒന്നും അധികം കാണാറില്ല, പക്ഷേ ഇന്നത്തെ ഗെയിം വന്നപ്പോൾ കണ്ടിരുന്നു, താൻ നന്നായി തന്നെ കളിച്ചു എന്ന് പറയുന്നതും ഇവളാണെങ്കിൽ ടാക്സിയിൽ കയറുന്ന ടൈമിൽ അതൊരു കോംപ്ലിമെന്റ് അല്ലേന്ന് ഇവൻ സ്വയം പറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട്. ഇവളിങ്ങനെ പ്രശംസിച്ചത് ലീഷിന് നന്നായി ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നീട് ഇവള് ടാക്സിയിൽ പോകുന്ന ടൈമിൽ ഇവനാണെങ്കിൽ
ആണെങ്കിൽ ഇവളുടെ കൂടെ ഓടുന്നതും എന്തു പറ്റി എന്തെങ്കിലും മറന്നു വെച്ചോ എന്ന് ചോദിക്കുന്ന ക്യുജോങ്ങിനോട് ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ വരെ കൊണ്ടാക്കാമെന്ന് ഇവൻ പറയുന്നതും എന്താ ഈ പറയുന്നത്, ഇങ്ങനെ ഓടിക്കഴിഞ്ഞ വീഴത്തില്ലേ, കാറിൽ കയറെന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ല, ഇതെന്റെ റണ്ണിങ് ടൈമാ, ഞാൻ കൂടെ തന്നെ വന്നോളാം എന്ന് പറയുന്നതും ഇവളാണെങ്കിൽ ആകെ പേടിക്കുന്നുണ്ട് കേട്ടോ. ടാക്സി ഡ്രൈവറോടാണെങ്കിൽ ഒന്ന് സ്പീഡ് കുറയ്ക്കാനും പറയുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുന്ന ഇവളാണെങ്കിൽ ടാക്സിയിൽ ഇവനെ വെയിറ്റ് ചെയ്യുന്നതും ടാക്സിയുടെ ഫീ നോക്കുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിൽ ഇത് കൂടുമെന്നൊക്കെ പേടിച്ചിരിക്കുന്ന ടൈമിലാണ് ഒട്ടും വൈകാതെ ലീഷൻ അങ്ങോട്ട് ഓടിയെത്തുന്നതും ക്യുജോങ് ആണെങ്കിൽ ടാക്സിയുടെ പിന്നാലെ ഇങ്ങനെ ഓടാൻ പറ്റുമോ, വെറുതെ അല്ല താൻ നമ്പർ 1 ആയത് എന്ന് പറയുന്നതും ഇതൊന്നും ഒന്നുമല്ല എന്നാണ് ലീഷൻ അവിടെ പറയുന്നത്. ഈ ടൈമിലാണ് ലീഷന്റെ ഫേസിലെ എന്തോ ഒരു കരട് ക്യുജോങ് കാണുന്നതും ഇവനാണെങ്കിൽ അത് തട്ടി മാറ്റുമ്പോൾ പോവാത്തത് കൊണ്ട് തന്നെ ക്യുജോങ് അത് ഫേസിൽ നിന്ന് എടുത്ത് കളയുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും ക്ലോസ് ആയി നിൽക്കുന്നതാണ് കാണിക്കുന്നത്.